മലപ്പുറം ജില്ലയിൽ ഡിഎംഒ ഉൾപ്പെടെയുള്ള നിരവധി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നിലനിൽക്കുന്നത് സർക്കാർ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും ഈ ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി.പി. അഷ്റഫ് അലി എം.എൽ.എ.യാണ് പ്രമേയം അവതരിപ്പിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന വെള്ളക്കെട്ടും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും യോഗത്തിൽ എം.എൽ.എമാർ ശക്തമായി ഉന്നയിച്ചു. ദേശീയപാതയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഡ്രെയിനേജ് സംവിധാനം നിർമ്മിച്ച് മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം ഒഴുക്കുന്ന വിഷയം പരിഹരിക്കണമെന്ന് എം.എൽ.എമാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ടി.വി. ഇബ്രാഹിം, കുർക്കോളി മൊയ്തീൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉടൻ അടിയന്തര യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകൾ ഉൾപ്പെടെ 5212 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 412 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകളായി പരിശോധനയും ബോധവൽക്കരണവും നടക്കുന്നുണ്ടെന്നും എഎസ്പി യോഗത്തെ അറിയിച്ചു. എം.എൽ.എ, എം.പി ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ ഉദ്യോഗസ്ഥർ വേഗത്തിലാക്കണമെന്നും ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ എല്ലാവരും പൂർത്തിയാക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. എ.ഡി.എം. പി.ഒ. സാദിഖ്, പ്ലാനിംഗ് ഓഫീസർ ടി.വി. ഷാജു, സബ് കളക്ടർ ദിലീപ് കൈനിക്കര, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.